കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ, നാഥ പാടാം ഞാൻ എന്നും നിന്റെ കീർത്തനം. ഓ നീരാം വഴി കാട്ടി നീ എൻ മുൻപിൽ വന്നിടൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മളല്ലേ. നിങ്ങൾക്ക് വലിയ രീതിയിൽ ഈ വചനം ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വചനം എല്ലാവരിലേക്കും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിലുള്ള എല്ലാവരിലേക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന വചനം ഇതാണ്: പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 15-ാം തിരുവചനം. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, പുതിയ സൃഷ്ടിയാവുക. നമ്മളൊക്കെ എല്ലാ വർഷത്തിൻ്റെ അവസാനമൊക്കെ നമ്മൾ വിചാരിക്കും, ഇനി പുതിയ വർഷം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കല, അല്ലേ, ഒരു പുതിയ വ്യക്തിയായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പല കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കും. പക്ഷേ എന്ത് പറ്റും? ഈ പല തീരുമാനങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോവും, നമ്മൾ വീണു പോവും. നമുക്കൊരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇവിടെ വചനം പറയുകയാണ്, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പുതിയ ഡ്രസ്സ് വാങ്ങുക എന്നുള്ളതല്ല, പുതിയ വാച്ച് വാങ്ങുക എന്നുള്ളതല്ല, പുതിയ മൊബൈൽ ഫോൺ വാങ്ങുക എന്നുള്ളതല്ല, പുതിയ വീട് വെക്കുക എന്നുള്ളതല്ല. അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമാണോ? നമ്മൾ പലപ്പോഴും തീരുമാനം എടുക്കാറുണ്ട്, ഇനി ഞാൻ നല്ലത് മാത്രം സംസാരിക്കൂ, ചീത്ത വാക്കുകൾ, അതായത് അസഭ്യമായ കാര്യങ്ങൾ ഞാൻ പറയില്ല എന്നൊരു വ്യക്തി തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എടുക്കാൻ സുഖമാണ്. പക്ഷെ അതിൽ നിലനിൽക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നാളുകൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആ വ്യക്തി. പിന്നീട് വളരെ ഈസി ആയിട്ട് നല്ലൊരു ജീവിതം നയിച്ചു മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സുഖമാണ്. ആ തീരുമാനത്തെ നിലനിൽക്കാൻ ചിലതൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും, അല്ലേ. നമ്മൾ തീരുമാനിക്കുകയാണ്, ഇനി എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, ഈ ബാഡ് റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിക്കുക. അത് തീരുമാനിച്ച് അതിൽ ഉറച്ചു നിൽക്കണം. അണുവിട നമ്മൾ വ്യതിചലിക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? നമ്മൾ പുതിയ സൃഷ്ടിയായി മാറും. നശിച്ചു പോയെന്ന് ലോകം പറഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഈ പുതിയ വർഷം ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ഈ വചനം ശക്തിയായി അഭിഷേകമായി മാറും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 15-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.